ഷാർപ്പിയാണ്. ഇപ്പം ഷാർപ്പി ലൈറ്റിൻ്റെ നമ്മുടെ ലാമ്പിൻ്റെ ഫാൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊന്നും ഡിസ്പ്ലേ ഒന്നും ഓണാവുന്നില്ല. ഞാനിപ്പോൾ അത് പവർ കൊടുത്ത് ഓണാക്കിയിരിക്കുകയാണ്. എസ് എം പി സി ലൈറ്റ് കത്തുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിനകത്ത് ഫാൻ വർക്ക് ചെയ്യുന്ന സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. ബാക്കി ഡിസ്പ്ലേയും ബാക്കി ഫങ്ഷനുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാനത് നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ നമ്മളെ ടോപ്പിലേക്ക് പോകുന്ന വയറെല്ലാം ട്വിസ്റ്റായിട്ട് കുരുങ്ങിയിരിക്കുകയാണ്. അപ്പം മുകളിലോട്ടുള്ള വയർ ഒന്നെങ്കിൽ ബ്രേക്കായി കാണും, അല്ലെങ്കിൽ വയർ എവിടുന്നേലും വിട്ടുപോയി കാണും. അപ്പം അത് നമുക്ക് മുകളിലോട്ടുള്ള ആമൊക്കെ അഴിച്ച് എന്താ കംപ്ലൈൻ്റ് എന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പം ഞാൻ മുകളിലേക്ക് പോകുന്ന DC കണക്ഷനുകളെല്ലാം അഴിച്ചു വിട്ടിട്ടുണ്ട്. കാണിക്കുന്ന 3 വയറാണ് മെയിനായിട്ട്: ബ്ലൂ, റെഡ്, ബ്ലാക്ക്. അതിനകത്ത് ബ്ലൂ വയർ 12 വോൾട്ടും റെഡ് വയർ 36 വോൾട്ടും ആണ് പോകുന്നത്. ഈ മുകളിലുള്ള ഡ്രൈവർ ബോഡിയിൽ നിന്നുള്ള കണക്ടറുകളും എല്ലാം നമുക്ക് അഴിക്കാം. അഴിച്ചതിന് ശേഷം നമുക്ക് ബീം യൂണിറ്റ് നമ്മുടെ ബേസ് ബോക്സിൽ നിന്ന് അഴിച്ച് മാറ്റി വയറുകളെല്ലാം പ്രോപ്പറായിട്ട് കണക്ഷൻ കൊടുത്ത് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാനിത് ഓരോ വയറുകളും അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് മുകളിലത്തെ ബീം യൂണിറ്റ് അസംബ്ലി ഫുള്ള് അഴിച്ചു മാറ്റാം. ഇപ്പോൾ അഴിച്ചു വിടുന്നത് നമ്മുടെ 380 വോൾട്ട് SMPCയിൽ നിന്ന് വരുന്ന നമ്മുടെ ലാമ്പിൻ്റെ ബാലസ്റ്റിലോട്ടുള്ള കണക്ടറാണ് അഴിച്ചു വിട്ടത്. അപ്പോൾ ഇതെല്ലാം വയറും കൂടെ ഉള്ളിൽ ടൈ ചെയ്തിട്ടേക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ വയറും റിമൂവ് ചെയ്ത് ടൈ എല്ലാം കട്ട് ചെയ്താലേ നമുക്ക് ബീം യൂണിറ്റ് ഈ ബേസിൽ നിന്ന് ഇളക്കി മാറ്റാൻ പറ്റും. അപ്പം ഇത് നമ്മുടെ ലാമ്പിലോട്ട് പോകുന്ന വയറാണ്, ലാമ്പിൻ്റെ സപ്ലൈ ആണ്. ഇപ്പം നമ്മുടെ ചോക്കിൽ നിന്ന് ലാമ്പിന് പോകുന്ന സപ്ലൈ ആണ്. അപ്പോൾ അതും എല്ലാ വയറുകളും റിമൂവ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ യൂണിറ്റ് അഴിക്കാൻ. സൈഡിലെ 2 സ്ക്രൂ ഓൾറെഡി അഴിച്ചു കഴിഞ്ഞു. അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും 2 സ്ക്രൂ വരുന്നുണ്ട്. ഇനി ബേസിൻ്റെ അടിയിൽ ഒരു 4 സ്റ്റാറിൻ്റെ സ്ക്രൂകൾ വരുന്നുണ്ട്. അതുകൂടെ അഴിച്ചാലേ നമുക്ക് നമ്മുടെ ബീം യൂണിറ്റ് അഴിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് സൈഡിലെ 2 സ്ക്രൂ കൊണ്ട് അഴിക്കാനുണ്ടായിരുന്നു, അത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ബേസിൻ്റെ അടിയിലുള്ള നമ്മുടെ ബേസ് ബോക്സിൻ്റെ അടിയിൽ ഒരു 4 സ്ക്രൂ വരുന്നുണ്ട്. വേറെ സ്റ്റാൻഡിൻ്റെ ഷാർപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോൾട്ട് നട്ടുകളൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് സ്ക്രൂ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം അതുകൂടെ അഴിച്ചിട്ട് നമുക്ക് ബീം യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്യും. ഇതിപ്പോൾ ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മുടെ റൊട്ടേഷൻ ലോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഡാമേജ് ആയതാണ്. അത് ബെൻഡാവുകയോ പൊട്ടിപ്പോവുകയോ ചെയ്യുമ്പോഴാണ് ഇതേപോലെ ഈ വയറുകൾ ഇങ്ങനെ കുരുങ്ങി ട്വിസ്റ്റായി ഇങ്ങനെ വിട്ടു പോകുന്ന വിഷയം വരുന്നത്. അതായത് നമ്മുടെ ബീം യൂണിറ്റ് ഇങ്ങനെ കറങ്ങി ലോക്കായി 360 ഡിഗ്രി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ വയറുകളെല്ലാം കയറി ട്വിസ്റ്റായി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്ത് ആ ലോക്കിന് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പം നമുക്ക് അതും ശരിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് വയറുകൾ ഓരോന്നും കറക്റ്റ് ചെയ്യാം. അതുകൂടെ ശരിയാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ബീം യൂണിറ്റ് അഴിച്ചത്. അപ്പം ഈ കുരുങ്ങി കിടക്കുന്ന ഓരോ വയറുകളും നമുക്ക് നൂത്തെടുക്കണം. അതേപോലെ തന്നെ മുകളിലോട്ട് അഴിച്ച് വേറെ എവിടെയെങ്കിലും വയറുകൾ പൊട്ടിയോ വിട്ടോ പോയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഓരോ വയർ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. ചെറിയ വയറൊക്കെയാണ് വലിഞ്ഞ് ചിലപ്പം ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നമ്മളതെല്ലാം കറക്റ്റായിട്ട് അത് ചെക്ക് ചെയ്യണം, പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. ഈ കുരുങ്ങിയ വയറുകളെല്ലാം ഓരോന്നും സെപ്പറേറ്റ് ചെയ്യുകയാണ്. വയറൊക്കെ നല്ല രീതിയിൽ പൊട്ടിയിട്ടില്ല, എന്നാലും നല്ല രീതിയിൽ അത് ട്വിസ്റ്റായി ഇരിക്കുകയാണ്. ഓരോ വയറും സെപ്പറേറ്റ് എടുത്ത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഉള്ളിൽ നിന്നൊക്കെ നമ്മുടെ ഉള്ളിൽ വല്ല പൊട്ടലുണ്ടോ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ കറക്റ്റായിട്ട് നോക്കണം. അപ്പം നമ്മൾ അത് ഇൻസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
വേറെ പ്രോബ്ലം ഈ സൈഡിൽ ഒന്നും കാണുന്നില്ല. നമുക്ക് മുകളിലോട്ട് ആമിൻ്റെ സൈഡിലെ കവറുകളൊക്കെ അഴിച്ച് ചെക്ക് ചെയ്യാം. ഇവിടം വരെ വയർ ബ്രേക്കിംഗ് ഒന്നും കാണുന്നില്ല, ട്വിസ്റ്റായി കിടന്നതേ ഉള്ളൂ. അപ്പം ഇനി എവിടെ നിന്നാണ് വയർ വിട്ടേക്കുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഇതിനകത്ത് ഒരു ഞാൻ ടോപ്പിലെ ആ കവറ് അഴിച്ചു. അവിടെ അഴിച്ചപ്പോഴും വയർ ട്വിസ്റ്റായി കിടപ്പേ ഉള്ളൂ. പക്ഷേ ബ്രേക്കൊന്നും കാണത്തക്ക രീതിയിൽ വയർ ബ്രേക്കായിട്ടില്ല, ടോപ്പിൽ നിന്ന് ബ്രേക്കായിട്ടില്ല. ഉള്ളിൽ കണ്ടക്ടറും എല്ലാം ബ്രേക്കായിട്ടുണ്ടോ എന്ന് അറിയില്ല. അത് നമുക്ക് മീറ്റർ വെച്ച് നോക്കിയാലേ അറിയാൻ പറ്റും. ഇപ്പം ഇതുവരെ വയറിന് ബ്രേക്കുകളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആ ഭാഗം അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആമിൻ്റെ 2 സൈഡ് കവറും കൂടെ അഴിച്ച് നോക്കാം. ഇത് മെയിൻ DC സപ്ലൈ ചെന്ന് കയറുന്നത് നമ്മുടെ ഡ്രൈവർ ബോർഡിനകത്തോട്ടാണ്. ഡ്രൈവർ ബോർഡിൽ സപ്ലൈ കയറുന്നുണ്ടോ, അവിടെ ഒരു കണക്ടർ വഴിയാണ് അത് കണക്ട് ചെയ്യുന്നത്. കണക്ടർ എങ്ങനെ ഊരിപ്പോയോ, കണക്ടറിൽ നിന്ന് പൊട്ടിപ്പോയോ, അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സൈഡിലെ കവറൂടെ ഓപ്പൺ ചെയ്യണം. സൈഡ് കവർ ഓപ്പൺ ചെയ്ത് നോക്കാം. സൈഡ് കവർ ഓപ്പൺ ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ. എന്നിട്ടും നമ്മൾ കണ്ടില്ലെങ്കിൽ എല്ലാ വയറിൻ്റെ കണ്ടിന്യൂറ്റിയും കൂടെ ചെക്ക് ചെയ്തുകൊണ്ടായിട്ട് വരും. വിഷ്വലായിട്ട് വയർ ബ്രേക്കൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല. കുരുങ്ങി കിടക്കുന്ന ഓരോ വയറുകളും സെപ്പറേറ്റ് ചെയ്യുകയാണ്. എല്ലാ വയറും കറക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എന്തോ ഫാൾട്ടെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം വീണ്ടും കറക്റ്റ് റൂട്ട് ചെയ്ത് കേബിൾ ടൈ ചെയ്ത് പ്രോപ്പറായിട്ട് പിടിപ്പിക്കണം. അതേപോലെ തന്നെ അതിൻ്റെ ലോക്കിന് എന്തോ തകരാറുണ്ട്, അതുകൊണ്ടാണ് ഇതേപോലെ വയർ ട്വിസ്റ്റ് ആയത്. അപ്പോൾ ആ ലോക്കിൻ്റെ തകരാറ് എന്തോ നോക്കി അതും പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് സൈഡ് കവർ ഓപ്പൺ ചെയ്ത് നോക്കാം എന്താ പ്രോബ്ലം എന്നുള്ളത്. അപ്പം ഈ കാണുന്ന വയറുകളൊക്കെയാണ് ഇതിനകത്തൂടെ വരുന്നത്. ഈ നമുക്കിനി സൈഡ് കവറിലേക്ക് പോകാം. ഇതിൽ ഒരു സൈഡിൽ യെല്ലോ ഗ്രീൻ വയർ കാണുന്നത് എർത്ത് വയറാണ്, ലാമ്പിൻ്റെ എർത്താണ്. അതേപോലെ നമ്മൾ സൈഡ് കവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സൈഡ് കവർ ഓപ്പൺ ചെയ്തപ്പോൾ കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മുടെ DC കണക്ടർ ബോർഡിൽ നിന്ന് ഊരി നിൽക്കുകയായിരുന്നു. അത് വലിഞ്ഞിട്ട് ട്വിസ്റ്റായി വലിഞ്ഞിട്ട് അത് വിട്ടുപോരുന്നു ബോർഡിൽ നിന്ന്. അതേപോലെ തന്നെ അതിൻ്റെ പിന്നൊക്കെ ബെൻഡായിട്ടുണ്ട്. അത്ര ശക്തിയായിട്ടുള്ള വലിയാണ് അവിടെ നിന്ന് വന്നേക്കുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ബെൻഡൊക്കെ നൂത്തിട്ട് വീണ്ടും ആ കണക്ടർ അതേപോലെ കണക്ട് ചെയ്യാം നമുക്ക്. വേറെ വയറിന് ബ്രേക്കൊന്നും കാണുന്നില്ല. അവിടെ എഴുതിയേക്കുന്നത് കാണാൻ നമുക്ക് 12 ഗ്രൗണ്ട് 36 വോൾട്ടെന്ന്. ഇതാണ് നമ്മുടെ മെയിൻ ബോർഡിലേക്ക് ഇവിടാണ് നമ്മൾ സപ്ലൈ ഇൻപുട്ട് കൊടുക്കുന്നത്. SMPC എന്നുള്ള സപ്ലൈ ഇവിടാണ് വന്ന് കയറുന്നത്. അപ്പോൾ അത് അതിൻ്റെ ജാക്കിൽ നിന്ന് ഊരി നിൽക്കുകയായിരുന്നു. ഇവിടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ലോക്കിന് ഡാമേജ് ഉണ്ടോ എന്ന് നോക്കണമെന്ന്. നമ്മുടെ ആ ലോക്ക് ആവുന്ന ആ പ്ലേറ്റ് ബെൻഡായിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ ലോക്കായാലും അടുത്ത സൈഡിൽ കറക്കത്തിൽ അത് സ്ലിപ്പായി പോകാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വയറിങ്ങനെ ട്വിസ്റ്റായത്. ഇപ്പം നമുക്ക് ആ ലോക്കിൻ്റെ ബെൻഡായിരിക്കുന്ന ഭാഗം ആ നൂത്ത് കറക്റ്റ് ചെയ്തിടേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മളെ ഷാർപ്പി ലോക്കാവാതെ ഇങ്ങനെ കറങ്ങിയത് കൊണ്ടാണ് നമ്മുടെ വയറുകളെല്ലാം കയറി ട്വിസ്റ്റായത്. ആ ലോക്ക് കണ്ടാൽ മനസ്സിലാവും അതിങ്ങനെ ബെൻഡായിരിക്കുകയാണ്. അപ്പോൾ അത് ആ ബെൻഡ് നൂത്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പ്രോപ്പറായിട്ട് ലോക്കാവും. ലോക്കായി കഴിഞ്ഞാൽ ഇനി ഇതേപോലുള്ള പ്രശ്നം വരാൻ സാധ്യതയില്ല. ഇപ്പം കറക്റ്റായിട്ട് അത് ലോക്കാവുന്നുണ്ട്. 2 സൈഡിലും പോയി ലോക്കാവുന്നുണ്ട്. നേരത്തെ കേസിൽ അത് നമ്മുടെ ഷാർപ്പി ലോക്കാവാതിരുന്ന ഒരവസ്ഥയായിരുന്നു. അതായത് ഫുള്ള് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ഉള്ളിലെ വയറുകൾ കയറി ട്വിസ്റ്റായി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതേപോലുള്ള കംപ്ലൈൻറ്റുകൾ കോമൺ ആയിട്ട് വരാറുള്ളതാണ്. അപ്പം ലോക്കിൻ്റെ പ്രോബ്ലം പരിഹരിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബേസ് വരുന്നത്.
ബേസിനുള്ളിൽ വരുന്ന കമ്പോണൻസ് ആണ് ഈ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ അസംബ്ലീസ്. ആണ് കാണുന്നത്. അത് മെയിൻ അസംബ്ലീസിൻ്റെ ഇൻപുട്ട് സെക്ഷനും ഈ തൊട്ട് കാണിച്ചത് ഇപ്പോൾ നമ്മുടെ 380 വോൾട്ട് ഔട്ട് ചോക്കിലേക്ക് പോകുന്നത്, അത് നമ്മുടെ ലാമ്പിൻ്റെ ചോക്കിലേക്കാണ് പോകുന്നത്. ആ കാണുന്നതാണ് ലാമ്പിൻ്റെ ചോക്ക്. അതേപോലെ ആ 2 വയർ പോയേക്കുന്ന 2 DC ഫാൻ, കൂളിംഗ് ഫാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് SMBSനും ഒന്ന് ലാമ്പിൻ്റെ ചോക്കിനും വേണ്ടിയാണ്. അത് 12 വോൾട്ടിൻ്റെ ഔട്ടാണ് SMBS എന്ന് വരുന്നത്. ഇത് നമ്മുടെ DC ഔട്ട്പുട്ട് സെക്ഷനാണ്. അതിനകത്ത് ഒരു 12 വോൾട്ടും ഒരു 36 വോൾട്ടും 2 ഗ്രൗണ്ട് പോയിൻറ്റുകളുമാണ് വരുന്നത്. ഈ കാണുന്നതാണ് കൺട്രോൾ ബോർഡ്. ഇതിനകത്താണ് നമ്മുടെ ഡിസ്പ്ലേയും കാര്യങ്ങളും നമ്മൾ ഷാർപ്പി ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. പോയിരിക്കുന്ന ബ്ലാക്ക് വയറാണ് നമ്മുടെ DMXൻ്റെ കൺട്രോൾ കൊടുക്കുന്നത്. നമ്മുടെ SMBSും ബാലസ്റ്റും തമ്മിലുള്ള വയറാണ്. അപ്പം നമ്മളെ DC കണക്ടറെല്ലാം കറക്റ്റ് ചെയ്തു, ബാക്കി ഭാഗങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വയറുകളെല്ലാം പ്രോപ്പറായിട്ട് റൂട്ട് ചെയ്ത് നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് പോകാം. അപ്പം നമ്മുടെ ടെസ്റ്റെല്ലാം മാറ്റിയ വയറുകൾ കറക്റ്റ് നമ്മുടെ ആ ബീമിൻ്റെ സെൻറ്ററിലൂടെയുള്ള ഹോളിൽ കൂടെ ഉള്ളിലിറക്കി നമുക്ക് നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഞാൻ ഇപ്പോൾ അത് ബീം യൂണിറ്റ് നമ്മുടെ ബേസിലേക്ക് ഉറപ്പിച്ച് ജസ്റ്റ് 4 സ്ക്രൂ ഇടുന്നതേ ഉള്ളൂ. അടിയിലത്തെ സ്ക്രൂ ഇപ്പോഴേ ഇടുന്നില്ല, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ബാക്കിയുള്ള വയറുകളെല്ലാം കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് അടിച്ച് നോക്കാം, ഡിസ്പ്ലേ ഒക്കെ ഓൺ ആവുന്നുണ്ടോ, ബാക്കി ഫങ്ഷനുകളൊക്കെ വർക്കിംഗ് ആണെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഫൈനലായിട്ട് സ്ക്രൂ ചെയ്യാം. അപ്പം ഈ വയറുകളെല്ലാം ഒരു സൈഡിൽ നമ്മുടെ DC വയറും അപ്പുറത്തെ സൈഡിൽ ലാമ്പിൻ്റെ വയർ. ഇപ്പം നമ്മൾ DC പവർ സപ്ലൈ എന്നുള്ള വയർ ആണ് നമ്മളിപ്പോൾ എടുത്തിരുന്നത്. അതേപോലെ ആ ചെറിയ ബ്ലാക്ക് വയർ കാണുന്നതാണ് നമ്മുടെ കൺട്രോൾ ബോർഡിലേക്കുള്ള വയറാണ്. കൺട്രോൾ ബോർഡിലേക്കുള്ള കണക്ടറാണ് അതാണ്. അത് നമുക്കത് വഴി എടുക്കാം. ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന ലാമ്പിലേക്കുള്ള കണക്ഷനുകളാണ്. അതിൽ ആ ചെറിയ റെഡ് ബ്ലാക്ക് വയർ ലാമ്പിൻ്റെ കൂളിംഗ് ഫാനിൻ്റെ കണക്ഷനുകളാണ്. എല്ലാം നമുക്ക് പ്രോപ്പർ സെൻറ്ററിൽ കൂടെ തന്നെ എടുത്ത് ഇതിൽ യെല്ലോ ഗ്രീൻ വയർ എർത്ത് വയറാണ്. ഇത് നമ്മുടെ ലാമ്പിലേക്കുള്ള ചോക്കിൽ നിന്ന് ലാമ്പിലേക്ക് പോകുന്ന സപ്ലൈയുടെ വയറാണ് ഇപ്പം ഉള്ളിലൂടെ ഇറക്കുന്നത്. ഇത് സിമ്പിളായിട്ട് നമുക്കൊരു കേബിൾ ഉപയോഗിച്ച് വലിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പം നമ്മൾ എർത്തിൻ്റെയും മറ്റേ കൂളിംഗ് ഫാനിൻ്റെ വയർ സെൻറ്ററിൽ കൂടെ ഇറക്കി വിടുന്നത്. ഇതെല്ലാം പ്രോപ്പറായിട്ട് സെൻറ്ററിൽ കൂടെ ഇറക്കി നമുക്ക് ബാക്കി കണക്ഷനെല്ലാം കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സപ്ലൈ ഓണാക്കി പ്രോപ്പറായിട്ടെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. എല്ലാം പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനലായിട്ട് ക്ലോസ് ചെയ്യാം. കണക്ടറുകൾ നമ്മുടെ കൺട്രോൾ വയറിൻ്റെ കണക്ടറുകൾ കണക്ട് ചെയ്യണം. അതേപോലെ DC വയറുകൾ 36 വോൾട്ടിൻ്റെ കൊടുത്തു കഴിഞ്ഞു. ഇത് നമ്മുടെ ലാമ്പിലേക്കുള്ള കണക്ടർ, ചോക്കിൽ നിന്ന് ലാമ്പിലേക്ക് പോകുന്ന കണക്ടർ, അതും കണക്ട് ചെയ്തു. ഇനി അടുത്ത് നമ്മുടെ DC 12 വോൾട്ട് ഗ്രൗണ്ട് വയർ, അതേപോലെ തന്നെ എർത്ത് വയർ, ഇതെല്ലാം കണക്ട് ചെയ്യാനുണ്ട്. ഇത് നമ്മുടെ ഫാനിൻ്റെ വയറാണ്, ലാമ്പിൻ്റെ കൂളിംഗ് ഫാനിൻ്റെ വയർ. ഇത് 12 വോൾട്ടിൻ്റെ വയർ. 12 വോൾട്ടിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ ലാമ്പിൻ്റെ കൂളിംഗ് ഫാനിൻ്റെ വയറും കൊടുക്കുന്നത്. അതേപോലെ ലാമ്പിൻ്റെ DC ഗ്രൗണ്ടും ഫാനിൻ്റെ ഗ്രൗണ്ടും ഒരുമിച്ച് ഒരു പോയിന്റിൽ കൊടുക്കുന്നു.
പവർ കൊടുത്ത് ഓണാക്കിയിട്ടുണ്ട്. പക്ഷേ ഓണാക്കിയപ്പം വേറെ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. നമ്മുടെ താഴത്തെ ബെൽറ്റ് ലൂസാണ്. ബെൽറ്റ് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ് ബോർഡ്. ലാമ്പും ഡിസ്പ്ലേ എല്ലാം ഓണായിട്ടുണ്ട്. നമ്മളപ്പം ബെൽറ്റ് എൻ്റെ സ്റ്റോക്കില്ല. ബെൽറ്റ് ഇനി മാറുന്ന ഒരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ബാക്കിയെല്ലാ ഫങ്ഷനും വർക്കിംഗ് ആയി. അടിയിലത്തെ ബെൽറ്റ് സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രോബ്ലമാണ്. അപ്പം നമ്മുടെ ഷാർപ്പി കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബെൽറ്റ് കൂടെ മാറേണ്ടി വരും. ബെൽറ്റ് ഇപ്പം എൻ്റെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബെൽറ്റ് മാറുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഷാർപ്പി ലാമ്പും ബാക്കി ഫങ്ഷനുകളെല്ലാം വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു ബെൽറ്റ് മാറുന്ന വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. അപ്പം ബെൽറ്റ് സ്പെയർ കിട്ടിയ ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.